ഞാൻ അന്നമ്മ ഡാനിയൽ. ഞാൻ ആലപ്പുഴയിൽ ജനിച്ചു വളർന്നത്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയാം. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. ആലപ്പുഴയിൽ തന്നെ ഒരു കമ്പനിയിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സാധാരണ ഒരു ജീവിതമായിരുന്നു എൻ്റെത്. ഡിഗ്രി വരെ ആലപ്പുഴ സെൻറ് ജോസഫ്സ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ചങ്ങനാശ്ശേരി SB കോളേജിൽ PG ചെയ്തു. PG കഴിഞ്ഞിട്ട് മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൽ B.Ed ചെയ്തു. B.Edന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി. പിന്നീട് 31 വർഷം 78 സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി. 2010 സെക്രട്ടേറിയറ്റിൽ നിന്നും വിരമിച്ചു. ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഏറ്റവും എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെയുള്ള വലിയൊരു ആഗ്രഹം ഒരു ജോലി വേണമെന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ജോലി കിട്ടി. ആ ജോലിയിൽ തന്നെ മാക്സിമം എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ ജോലി ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്തു. പിന്നെ ഞാൻ SB കോളേജിൽ PG ചെയ്തെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു SB കോളേജിൽ പഠിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും. ഞാൻ ഡിഗ്രി വരെ ആലപ്പുഴ സെൻറ് ജോസഫ് സ്കൂളിലും കോളേജിലും പഠിച്ചു. പക്ഷെ അതിനേക്കാളെല്ലാം എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്നത് SB കോളേജിൽ ചെലവഴിച്ച 2 വർഷമാണ്. അതെൻ്റെ ജീവിതത്തിലെ വലിയ ഒരനുഭവമായിരുന്നു. ഒരു പക്ഷേ ഞാൻ ബോസ്റ്റ് ചെയ്യുകയോ എന്നെ കുറിച്ച് പോയിട്ട് പറയുകയോ അല്ല. എനിക്ക് ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ ടെസ്റ്റിൽ 38ാമത്തെ റാങ്ക് കിട്ടി. അത് എൻ്റെ കഴിവല്ല, എനിക്ക് ആ SB കോളേജിൽ നിന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ് ആണ്. ആ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സായിരുന്നു. ആ ഒരു SB കോളേജിലെ ആ പഠനം കൊണ്ടാണ് എനിക്ക് അത്രയും, പിന്നെ ദൈവത്തിൻ്റെ കൃപ, അത്രയും ഇതുകൊണ്ടാണ് എനിക്കവിടെ ഇത്രയും ടോപ്പ് റാങ്ക് വാങ്ങിക്കാനും അവിടെ ജോലിയിൽ കയറാനും 31 വർഷം അവിടെ സേവനം ചെയ്യുവാനും എനിക്ക് ഇട കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ലൈഫ് പുള്ളി പറഞ്ഞതുപോലെ 2 മക്കളുണ്ട്. ഒരാൾ ഇവിടെ ഹ്യൂസ്റ്റണിലുണ്ട്, പിന്നെ ഒരാൾ UK ഞങ്ങളിപ്പം പലതവണ US വന്നു. മോന് ഹ്യൂസ്റ്റണിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 2.5 വർഷമേ ആയുള്ളൂ. നേരത്തെ അയോവ, റിച്ച്മണ്ട് അവിടെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, വേറെ വീടുകളിൽ പോകാറില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സും. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ വരാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. നല്ലതായിട്ട് ഇടപെടുകയും പ്രത്യേകിച്ച് ചർച്ചിൻ്റെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അയോവയിലൊക്കെ ആയിരുന്നപ്പോൾ ഇവർ ഒറ്റയ്ക്കാണല്ലോ, ഇവർക്ക് കൂട്ടുകാരില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഹ്യൂസ്റ്റണിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ നല്ല ഫ്രണ്ട്സുണ്ട്. ചർച്ചിലെ കമ്മ്യൂണിറ്റി നല്ലതാണ്. ഞാനും ഇവിടെ വന്നിട്ട് പോകുന്നവരെ പള്ളിയുടെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് ചർച്ചിലാണ് ഞങ്ങൾ പോകുന്ന. അവിടത്തേക്കാളും നല്ലൊരു എൻവയൺമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഫാമിലി ഫ്രണ്ട്സ് പലരുണ്ട്. ഓരോ വീടുകളിൽ പോവുകയും അങ്ങനെ നല്ലൊരു അനുഭവമാണ്. ഞാൻ 1978 സെക്രട്ടേറിയറ്റിൽ ജോലിയിൽ കയറിയത്. 31 വർഷത്തെ സർവീസ് എനിക്കുണ്ട്. പല പോസ്റ്റുകളിലും എനിക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടി. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്ന ഒടുവിലത്തെ 5 വർഷം തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു. അത് മിനിസ്റ്റർ പാലൊളി മുഹമ്മദ് കുട്ടി. പുള്ളിയെ സംബന്ധിച്ച് നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. സാധാരണക്കാർ ഇപ്പം നമ്മളെ താഴെയുള്ള ഓഫീസേഴ്സൊക്കെ ചെന്നാലും പുള്ളിയോട് കാര്യം പറയാനും ആ ഒരു മന്ത്രിയാണെന്നുള്ള ഒരു ഭാവം ഇല്ലാതെ പുള്ളി ഇടപെടുന്ന ഒരു നല്ല മിനിസ്റ്ററായിരുന്നു പാലൊളി മുഹമ്മദ് കുട്ടി. 5 വർഷം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തപ്പം നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഓഫീസർ ആ ഒരു പോസ്റ്റിൽ ഞാൻ 3 വർഷത്തോളം ഇരുന്ന്
അപ്പോൾ സ്റ്റേറ്റിലെ എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്പെക്ഷന് പോകാനും പല പല പഞ്ചായത്തുകളിലും പോകാനും അവിടെയുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സിനോട് ഇടപെടാനും ഒക്കെ ഒരുപാട് അവസരം കിട്ടി. ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയ അനുഭവങ്ങളായിരുന്നു. പിന്നെ ടൂറിസത്തിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോഴും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പല രീതിയിലുള്ള ആളുകളുമായിട്ട് ഇടപെടാനും ഒക്കെ അവസരം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു ജോലിയിലിരുന്ന കാലയളവ് എൻ്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ തന്ന ഒരു കാലയളവായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് ഒടുവിൽ ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് എനിക്ക് സെൻഡ് ഓഫ് തന്ന സമയത്ത് എൻ്റെ തൊട്ട് മേളിലുള്ള സെക്രട്ടറി ആണെങ്കിലും മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് അപ്രീസിയേഷൻ തന്നു. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എസ്.എം. വിജയാനന്ദ്. അന്ന് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നു. പുള്ളി ചീഫ് സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത കാലയളവ് വളരെ വളരെ എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു, പുള്ളിയുടെ ഓരോ പെരുമാറ്റവും. അപ്പോൾ സെൻഡ് ഓഫ് തന്ന സമയത്ത് ആ ഫെയർവെൽ സ്പീച്ചിൽ പുള്ളിക്കാരൻ പറയാനിടയായി, അന്നമ്മ പോകുന്ന എൻ്റെ വലത് കൈ പോകുന്ന പോലുള്ള പ്രയാസമാണ് എനിക്ക്. അന്നമ്മ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വളരെ ടെൻഷൻ കുറവായിരുന്നു, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു എന്ന് പുള്ളി ആ ഫെയർവെൽ സ്പീച്ചിൽ പറയാനിടയായി. അതൊരു വലിയ ഒരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എസ് ബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ അഗസ്റ്റിൻ സാറ്, VJ അഗസ്റ്റിൻ സാറ്, അങ്ങനെ നല്ല PJ ദേവസ്യ സാറ്, ഇവരൊക്കെ എന്താ പറയണ്ടേ, എനിക്കത് പറയാൻ വാക്കുകളില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളായിരുന്നു. അവരുടെ ആ ഓരോ ക്ലാസ് നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്ത്, അവരുടെ ആ ടീച്ചിങ്സിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു എന്നൊക്കെയുള്ള ഒത്തിരി ഓർമ്മകളാണ് SB കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ. അതുപോലെ ഞങ്ങൾ ഇംഗ്ലീഷ് ബാച്ചിൽ 20 പേരായിരുന്നു. 20 പേരും വളരെ നല്ല നിലകളിലെത്തി. ബാങ്ക് ഓഫീസേഴ്സായിട്ടൊക്കെ അന്നേ പോയി. അങ്ങനെ നല്ല നല്ല നിലകളിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. ഒരാൾ മാത്രം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു, ബാക്കി എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്കൊക്കെ ഗെറ്റ് ടുഗദർ വെക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ പലരും രോഗികളായിട്ടും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം അധികം അങ്ങനെ കണ്ടുമുട്ടാറില്ല. എങ്കിലും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു SB കോളേജിലുണ്ടായിരുന്നത്. താങ്ക് യു അമ്മാമേ. അമ്മാമ ജോലി കിട്ടി കഴിഞ്ഞ് തിരുവനന്തപുരത്തോട്ട് താമസം മാറ്റിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് 1978 സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയെന്ന്. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. ഞാൻ മാവേലിക്കര BEd പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോലി കിട്ടി. മാവേലിക്കരയിൽ നിന്നാണ് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ LMSൻ്റെ ഒരു ഹോസ്റ്റലിലാണ് ആദ്യം താമസിച്ചത്. LMS ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെ ഒരു ഗവൺമെൻറ് ഹോസ്റ്റലുണ്ടായിരുന്നു നളന്തായിൽ, PMGയിൽ. അവിടോട്ട് മാറി 1.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. ആ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു റെൻറ്റഡ് ഹൗസ് എടുത്ത് അങ്ങോട്ട് മാറി. പിന്നെ 1990 ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഒരു ഹൗസിംഗ് കോളനിയിൽ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ച് അവിടോട്ട് താമസം മാറിയത്. ഇപ്പം ഞങ്ങൾ അവിടെ ശാസ്തമംഗലം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് കാഞ്ഞിരംപാറ, ശാസ്തമംഗലത്ത് നിന്ന് 5 മിനിറ്റേ ഉള്ളു. കാഞ്ചനപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത്. ഞാൻ എൻ്റെ പേരൻസ്, അമ്മ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറായിരുന്നു. ഫാദർ ആലപ്പുഴയിലൊരു ഫാക്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു.
എനിക്കൊരു ചേച്ചിയും ഒരു സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. ബ്രദറിൻ്റെ ഫാമിലിയാണിപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ ആലപ്പുഴ ആയിരുന്നപ്പോഴാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ SB കോളേജിൽ പഠിക്കാനായിട്ട് പോയി. അന്ന് ഈ പാലങ്ങളില്ല. അന്ന് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പള്ളാത്തുരുത്തിയിൽ ഇറങ്ങും. പള്ളാത്തുരുത്തിയിൽ നിന്ന് കടത്ത് കയറി നെടുമുടിയിൽ ഇറങ്ങും. അവിടുന്ന് കടത്ത് കയറി കിടങ്ങറ ഇറങ്ങും. അവിടുന്ന് കടത്ത് കയറി അടുത്ത ബസ്സിലാണ് ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിന് ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 8:45 ആവും ഈ ചെറിയ ദൂരം യാത്ര ചെയ്ത് കോളേജിലെത്താൻ. ആ ഒരു യാത്രയിൽ എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഒരിക്കലുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെടുമുടി സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് കടത്ത് കയറി അപ്പുറത്ത് ചെന്നപ്പോഴത്തേ ഇങ്ങനെ വള്ളത്തിൽ പോവുക. അപ്പം ഈ പരിചയമുള്ളവർക്കൊരു അവർ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ വള്ളം അങ്ങോട്ട് അടുക്കുമ്പം ഇവരങ്ങ് കരയിലോട്ട് ചാടും. അപ്പം ഇങ്ങനെ ഒരാൾ ചാടി, 2 ആൾ ചാടി. അപ്പം എനിക്ക് വെള്ളം പേടിയാ, കൊച്ചിലെ വെള്ളം ഭയങ്കര പേടിയാ. അപ്പോൾ ഒരാൾ ചാടി, 2 ആൾ ചാടി, 3 ആൾ ചാടി. ഞാൻ എന്ത് ചെയ്ത്, അപ്പം ഇങ്ങനെ ഈ വള്ളം ഒലഞ്ഞ സമയത്ത് ഒരു കുറ്റി ഇങ്ങനെ നാട്ടിയിരിക്കുന്ന ഒരു കുറ്റി കണ്ട് ഞാൻ പെട്ടെന്ന് ആ കുറ്റിയെ പിടിച്ചു. ഏറ്റവും മണ്ടത്തരമായി പോയി ആ കുറ്റിയെ പിടിച്ചത്. അപ്പം ഈ വള്ളം ചരിഞ്ഞ് ഞാൻ ആ ആറ്റിലോട്ട് അങ്ങ് വീഴുകയായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ച്. പിന്നെ വെള്ളത്തിൽ പരിചയമുള്ള ആരോ വന്ന് പിടിച്ച് പൊക്കി. പിന്നെ അടുക്കലുള്ള ഒരു വീട്ടിൽ പോയി. ഈ നമ്മുടെ ഡ്രസ്സ് കാണുമല്ലോ, ഹോസ്റ്റലിലേക്ക് പോകുമ്പം ഡ്രസ്സും ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. ആ ഡ്രസ്സും ഒക്കെ എടുത്ത് ഇട്ട് ഇതെല്ലാം പൊതിഞ്ഞ് തിരിച്ചങ്ങ്. അത് വളരെ രസകരം. ഇപ്പോഴും ഞങ്ങൾ 2 പേരായിരുന്നു ആലപ്പുഴയിൽ നിന്ന് SB കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ആലപ്പുഴ വെച്ചും സെൻറ്റ് ജോസഫ്സിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ. സെക്രട്ടേറിയറ്റിൽ പിന്നെ ഒരുമിച്ച് ജോലി ചെയ്തവരാ. ആ പുള്ളിക്കാരി ഞാനും കൂടെ ഇപ്പോഴും കാണുമ്പോൾ ആ ഒരു ഇൻസിഡന്റ് പറയും. അത്രയും ഒരു ഓർമ്മിക്കുന്ന ഒരു അനുഭവം അത്. സിബ്ലിങ്സ് ഒക്കെ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? അവരെതുവരെ പഠിച്ചു എന്ന് പറയാം. സിബ്ലിങ്സ് പിന്നെ മൂത്തത് ബ്രദറായിരുന്നു. ബ്രദർ SSLC കഴിഞ്ഞതേ ഉള്ളൂ. പുള്ളി ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ചേച്ചി അങ്ങനെ വലുതായിട്ട് പഠിച്ചൊന്നുമില്ല. പുള്ളിയെ കല്യാണം കഴിച്ച് വിട്ട് മാവേലിക്കര ആണ് പുള്ളിയുടെ ഫാമിലി. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അതെ അതെ. പുസ്തക വായനകളും നന്നായിട്ട് വായിക്കുമായിരുന്നു. നന്നായിട്ട് വായിക്കുമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ മറ്റുള്ള ബുക്കുകൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് വായിച്ച്. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത്, നല്ല അനുഭവങ്ങളും നമുക്ക് നമ്മുടെ നിലവാരം തന്നെ ഒരുപാട് മാറുന്ന. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സാധാരണ വീട്ടിൽ ജീവിച്ചതാ ആലപ്പുഴ. അന്നത്തെ കാലത്ത് അത്ര വലിയൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പഠിത്തം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഔട്ട്ലുക്കൊക്കെ ഒരുപാട് മാറി. ഒരുപാട് നമ്മുടെ സഹപാഠികളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തും ഒക്കെ ഒരുപാട് ഔട്ട്ലുക്ക് തന്നെ നമ്മുടെ മാറിയിട്ടുണ്ട്. പിന്നെ ആ വിഷയം, പിന്നെ ഞങ്ങളെ ടീച്ചേഴ്സും ഒക്കെ നല്ല ഒരു ഇതായിരുന്നു. SB കോളേജിൽ സെൻറ്റ് ജോസഫ്സിലെന്ന് പറഞ്ഞാൽ അതൊരു കോൺവെൻ്റാണ്. കോൺവെൻറ്റിൽ എന്ന് പറയുമ്പോൾ ഒട്ടും ഫ്രീഡം ഇല്ല. അതിൽ നിന്നാണ് ഈ SBയിലോട്ട് പോയത്. SBയിൽ ബെസ്റ്റ് കോളേജ്. പിന്നെ നമുക്ക് നല്ല സ്വാതന്ത്ര്യമാണ്, മിസ്യൂസ് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഗ്രി വരെ ബോയ്സ് മാത്രമേ ഉള്ളായിരുന്നു, PGക്ക് മാത്രമേ ഉള്ളായിരുന്നു ഗേൾസ്. എങ്കിൽ തന്നെ നല്ല ചിട്ടയും നല്ല ഒരു കോളേജായിരുന്നു അത്. അതുപോലെ നല്ലൊരു ലൈബ്രറി, SBയിലെ ലൈബ്രറി നല്ലൊരു ലൈബ്രറി. അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ കിട്ടി. അതുപോലെ കാവുകാട്ട് ഹോള് വലിയൊരു ഓഡിറ്റോറിയം. അവിടെ ഓരോ നല്ല നല്ല ഡ്രാമകളൊക്കെ വരും. ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള
നാടകങ്ങളൊക്കെ വരുമായിരുന്നു. അതൊക്കെ കാണാനുള്ള അവസരങ്ങൾ കിട്ടി. അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചു. അതാണ് ചങ്ങനാശ്ശേരിയിലെ അനുഭവം ഓർക്കുമ്പോൾ ഒത്തിരി ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു കാലയളവായിട്ട് ഞാൻ കണക്കാക്കുന്നു. ചെറുപ്പകാലത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ ആരായിരുന്നു? മുട്ടത്തുവർക്കി അങ്ങനെയുള്ള നോവലുകളൊക്കെ വായിക്കുമായിരുന്നു? ബാലരമയൊക്കെ വായിക്കുമായിരുന്നു? മലയാളം അന്നും കുറവാ. ഞാൻ ഇംഗ്ലീഷിനോടായിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച ആളാണ്. ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് മാത്രമല്ല, മലയാളം ഫസ്റ്റ് പേപ്പർ മാത്രമേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ. മലയാളം സെക്കൻഡ് പേപ്പറിന് പകരം സ്പെഷ്യൽ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പം ഇംഗ്ലീഷ് ഇതിനോട് കൊച്ചിലെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ലിറ്ററേച്ചർ ആ രീതിയിൽ പോകാനിടയായത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏതൊക്കെയാ ഇഷ്ടപ്പെട്ട? ഷേക്സ്പിയർ എല്ലാം. ഏതെങ്കിലും ഒരു 2 ലൈൻ ഓർമ്മയുണ്ടോ? 2 ലൈൻ പാടാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ഓർക്കുന്ന വരികൾ ഇതാണ്. ഷെല്ലിയുടെ ഞാൻ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഞാൻ PG വൈബായിക്ക് പോയപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഏറ്റവും ഇഷ്ടമുള്ള 2 വരികൾ. അപ്പൊ ഇന്നത്തെ കാഴ്ചപ്പാടല്ലല്ലോ നമുക്ക് അന്ന്. അന്നേരം ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഷെല്ലിയുടെ ഐ ഫോൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ് ഐ ബ്ലീഡ്. ഇന്നിപ്പോ അതല്ല. PGക്ക് എൻ്റെ വൈബായിക്ക് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള 2 ലൈൻ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ലൈൻസ് ആണ്: ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന പോയത്തിന്റെ ലാസ്റ്റ് സ്റ്റാൻസയാണ്. ഞാൻ ആ പോയം മുഴുവൻ ഒന്ന് വായിക്കാം. ഹൂസ് വുഡ്സ് ആർ ദീസ് ഐ തിങ്ക് ഐ നോ, ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ദോ, ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വുഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. മൈ ലിറ്റിൽ ഹോഴ്സ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്യൂർ to stop without a farmhouse near. Between the woods and the frozen lake, the darkest evening of the year, he gives his harness bells a shake to ask if there is some mistake. The only other sounds the sweep of easy wind and downy flake. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep.